മിഞ്ഞാന്ന് ഞാൻ കണ്ടു ഒരു റിപ്പോർട്ട്. എന്താ അറിയോ, ഈ സൂഫിസം എല്ലാവർക്കും, ആണിനും പെണ്ണിനും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും പറ്റിയ സൂഫിസത്തിന്റെ ഓഫീസ് ഇതാ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അത് എന്ത് സൂഫിസാണ് അറിയോ നിങ്ങൾ? അല്ലാഹു അഅലം. അതങ്ങനത്തെ ഒരു അള്ളാഹുവിന്റെ ദീന് പറയുന്ന ഒരു സൂഫിസം ഉണ്ട്. അതെന്താണെന്നറിയോ? അത് ബഹുമാനപ്പെട്ട യഥാർത്ഥ സൂഫികളായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ നമ്മക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റിഫായി ശൈഖ് തങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാന്മാരെ അനുസരിക്കുക. അതാണ് യഥാർത്ഥ ത്വരീഖത്ത്, അതാണ് യഥാർത്ഥ സൂഫിയം, യഥാർത്ഥ സൂഫിസം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്. ബയ്യാൽ ശരീഅത്തും ബഗവേ ത്വരീഖത്തും ബലിമാ ഹഖീഖത്തും എൻ കയ്യിലും നോവർ പെരിപ്പം ഉലമാ ശൈഖന്മാരെയും പോറ്റി വളർത്തിയും എന്ന് പറഞ്ഞോവർ. ഇത് നമ്മളെ റിഫായിമാരെ പറയാ. എന്താണെന്നറിയോ? റിഫായിമാരാന്നൊക്കെ പറഞ്ഞാൽ ഇത് ഖുർആനിന് അനുസൃതമായ, ഖുർആനിനോട് എതിർപ്പുള്ള ഒന്നും ഇതിലില്ല. ബയ്യാൽ ശരീഅത്തും ബഗവേ ത്വരീഖത്തും, ശരീഅത്ത് അനുസരിക്കുക, അതാണ് എന്റെ ത്വരീഖത്ത് എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ശരീഅത്തുൽ ഇസ്ലാമില്ലാതെ, ഇസ്ലാമിന്റെ നിയമം പാലിക്കാതെ സൂഫിയാകാൻ പറ്റൂല. നിങ്ങൾ നോക്ക്, ഈ സൂഫികളെ നേതാവായ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അല്ലെ, ആ സ്വഹാബത്തിന്റെ ഒരു മെമ്പറാണ് സയ്യിദുനാ സൽമാൻ. അങ്ങനെ വിവരം അറിഞ്ഞു. എന്താ വിവരം? ഇറാനിൽ നിന്ന് ഒരു യാത്രാ സംഘം യഥരിബിലേക്ക് പോകുന്നുണ്ട്. ആ യാത്രാ സംഘത്തിന്റെ കൂടെ കൂടണം അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ആര്? സൽമാൻ അല്ലേ? ഞാൻ ഇത്ര കാശ് തരാം, ആയിക്കോട്ടെ. അപ്പൊ അവര് പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ വേണം. അങ്ങനെ കാശൊക്കെ പറഞ്ഞ് എണ്ണിക്കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്തു? അവരെ കൂടെ കൂടി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ, അവര് പോകുന്ന പോക്കിൽ അവര് ചതി ചെയ്തു. ആ കച്ചവടക്കാര് ഭയങ്കര ചതിയാ ചെയ്തത്. എന്താണ് നിബന്ധന? എന്താണ്? കാശ് കൊടുത്തിട്ട് നിബന്ധന, കണ്ടീഷൻ എന്താണ്? യസ്രിബിൽ എത്തിക്കുക, പോവുക. പക്ഷേ വഴിയിൽ വെച്ചെന്ത് ചെയ്തു? ആ ശത്രുക്കൾ ചെയ്തതിനെ പറ്റിയാണ് കവി പറയുന്നത്. കഷ്ടം ഭാവി ചമ്പേളയിൽ കാട്ടിഹിയാറ്റലിൽ ദുഷ്ടരാന തിജാറക്കാർ തുഷിയം പൂണ്ട കൂട്ടക്കാർ പോശറപ്പോത് തുയ്യരെ പെട്ടന് പൂട്ടിക്കാൽ വരെ കാശിൻ അണ്ടാശബേത്തവർ കാലി പരോവം തീറ്റതാർ. ആ കച്ചവടക്കാർ ചെയ്ത ഏറ്റവും വലിയ അപരാധം കഷ്ടം ഭവിത്തം വേളയിൽ കാട്ടി ഖിയാനത്ത്, ആറ്റലിൽ. ഖിയാനത്ത് എന്ന് പറഞ്ഞാൽ ചതി ചെയ്തു ആറ്റലായ സൽമാൻ തങ്ങളോട്. ദുഷ്ടരാമ തിജാറക്കാർ, ദൂഷിയം പൂണ്ട കൂട്ടക്കാർ, പോഷർ അപ്പോത് തുയ്യരെ പെട്ടനെ പൂട്ടി കാൽ വരെ. കയ്യും കാലൊക്കെ അങ്ങനെ കെട്ടിവെച്ചിട്ട്, പൂട്ടി എന്ന് പറഞ്ഞാൽ അതാ പൂട്ടിട്ട്. ആരുടെ കാലിന്? ആരുടെ കയ്യിന്? സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങള് നിന്നെ വിൽക്കാൻ പോവാണ് അടിമയായിട്ട്. അങ്ങനെ മദീനയിൽ കൊണ്ടുവന്ന് കാശ് വാങ്ങി മദീനയിൽ എത്തിക്കുക എന്നുള്ള നിബന്ധനയാണ്. യസ്രിബ് എന്നാണ് നാടിന്റെ അന്നത്തെ പേര്. എന്നിട്ട് മദീനയിൽ എത്തുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടിയിട്ട് ഇവിടെ മദീനത്ത് അടിമച്ചന്തയിൽ, അന്നത്തെ ചന്ത ഉണ്ട്, ഷോപ്പ്. ചന്ത എന്ന് പറഞ്ഞപ്പോ കുട്ടിയൊക്കെ മനസ്സിലാവൂല. ഷോപ്പിംഗ് മോൾ. ഷോപ്പിംഗ് മാൾ.
അൽശ്ശേരി ഉണ്ട്, കോഴിക്കോടും ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല വലിയ അങ്ങാടി എവിടെ ഉള്ളത്? സ്വർഗ്ഗത്തിലും ഉണ്ട്. അൽഹംദുലില്ലാഹ്. അവിടെ കിട്ടണമെന്നും ഇവിടെ കിട്ടൂല. സ്വർഗ്ഗത്ത് കിട്ടുന്നത് ഇവിടെ കിട്ടൂല. അപ്പൊ എന്തേ പറഞ്ഞത്? ഷോപ്പിംഗ് കേന്ദ്രം. ആ ഷോപ്പിംഗ് കേന്ദ്രത്തിൽ അന്ന് മനുഷ്യന്മാരെ വിൽക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രമാണ്. എന്താ വിൽക്കണ്? പച്ചക്കറിയല്ല, തേങ്ങ അല്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ തേങ്ങ കക്കാൻ തുടങ്ങി കള്ളന്മാര്. കാരണം തേങ്ങക്ക് വില ആയതുകൊണ്ട്. തലശ്ശേരിയിലും പാനൂരിലും ഇഷ്ടം പോലെ തേങ്ങ ഉള്ളത് കൊണ്ട് പിന്നെ ആരും കക്കാൻ വരൂല. അള്ളാഹു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കള്ളന്മാരെ ശരീരം തൊട്ട് കാക്കണേ അല്ലാഹ്. ആമീൻ. സുഹൃത്തുക്കളെ, എന്തേ പറഞ്ഞത്? കയ്യും കാലും പൂട്ടിട്ട് പോശറപ്പോത് തുയ്യരെ പെട്ടനെ പൂട്ടിക്കാൽ വരെ കാശിൻ അണ്ടാശ ബേത്തവർ കാലി പരുവം വീറ്റതാർ. കാലിപ്പരുവം വിറ്റതാർ. കാലിയെ കന്നുകാലിയെ വിൽക്കും പോലെ വിറ്റു സൽമാൻ എന്നവർ. അങ്ങനെ ഒരു യഹൂദന്റെ അടിമയായിട്ടാ വന്നത്. ഒരു യഹൂദിയുടെ വീട്ടിൽ അടിമയായിട്ട് വന്നു. ആര്? സൽമാൻ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, എന്താ പണി നരോ? ഈ യഹൂദിക്കുള്ള പണി എന്താ? യഹൂദിക്ക് ഒരുപാട് പാം ട്രീ ഉണ്ട്. എന്തുണ്ട്? പാം ട്രീ എന്ന് പറഞ്ഞാൽ പാം ട്രീ തന്നെ. പാം ട്രീ ഈത്തപ്പന ഉണ്ട്. ഇംഗ്ലീഷ് മേ പാം ട്രീ പോലെയാകാം. അറബിയിൽ നഖൽ എന്ന് പറയും. ഒന്നല്ല, രണ്ടല്ല, 500 അല്ല, 600 അല്ല, ആയിരക്കണക്കിന് ഈത്തപ്പന മരങ്ങളുണ്ട്. ഞാൻ ഈ പാം എന്നുള്ള വാക്ക് എങ്ങനെ പഠിച്ചു തരും? ഞാൻ ദുബായിൽ ഒരു 15 കൊല്ലം മുന്നേ ചെന്നപ്പോ ഇവിടെ പാം ഐലൻഡ് ഉണ്ട്, അവിടെ പോവാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ പാമിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. എന്നെ കൊണ്ടുപോകുന്ന ഹംസക്ക എന്ന് പറഞ്ഞാലോട് അയാൾ പറഞ്ഞു പാം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരം. അയാൾ ഉസ്താദ്, ആ വിഷയം പഠിപ്പിച്ചെന്ന ഉസ്താദ്. അയാൾ എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? എത്ര ഈത്തപ്പന മരണ്ട്? 1000-ഓളം നല്ല, 1000-ങ്ങളോളം. 1000-ങ്ങൾ, 1000 അല്ല, 2000 അല്ല. അങ്ങനെ ഈത്തപ്പന മരത്തിൽ പണിയാണ്. ആർക്ക്? ഈത്തപ്പന തോട്ടത്തിൽ പണിയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. കൊടുമാറ്റം പുതുമ പോലൂറ്റം കെമരാ ഹംസ ഉമറും ബന്ത് മഷി കെടക്കോറി ശരി ശത്തിൽ നിണ്ടാർ. അങ്ങനെ സൽമാൻ എന്നൊരു മദീനയിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ? ഈത്തപ്പന തോട്ടത്തിൽ പണിക്കാരനാണ്. റസൂലുള്ളാഹിനെ കാണാൻ മോഹമുണ്ട്, പക്ഷേ കാണാൻ സാധിക്കുന്നില്ല, പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതിന്റെ ഇടയിലാണ് ബദർ യുദ്ധമുണ്ടായത്. മദീനയുടെ അടുത്താണ് ബദർ. അതേ മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരമുള്ള ബദറിലേക്ക് ശത്രുക്കൾ വന്നു. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലത്തിൽ മദീനന്റെ തൊട്ടടുത്തുള്ള ഉഹദിൽ യുദ്ധം നടന്നു. അതിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല. ആർക്ക്? സൽമാൻ റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു. അതായത് ഹിജ്റയുടെ 3-ാമത്തെ കൊല്ലമാണ് അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ വന്നതിന്റെ 3-ാമത്തെ കൊല്ലമാണ് എന്തുണ്ടായത്? ഉഹദ് ഉണ്ടായത്. ഹിജ്റയുടെ 2-ാം കൊല്ലം ബദർ ഉണ്ടായി, 3-ാമത്തെ കൊല്ലം ഉഹദ് ഉണ്ടായി. ഇത് രണ്ടിലും റസൂലുള്ളാഹിന്റെ കൂടെ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് സയ്യിദുനാ സൽമാൻ. അതുകൊണ്ട് ഇത് ഒറിജിനൽ നബിയാണോ അത് അറിയുകയും വേണം. 200-ലേറെ കൊല്ലം ഒരുപാട് ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് ഒരുപാട് വ്യാജന്മാരെ കണ്ടിട്ടുണ്ട്. വ്യാജ സൂഫികൾ, വ്യാജ ഔലിയാക്കൾ അന്നുണ്ട് എന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് വ്യാജ നബിമാർ ഒരുപാട് ആൾക്കാരുണ്ടായില്ലേ? മദ്രസയിലെ കിതാബിൽ പഠിക്കണില്ലേ? അസ്വദ് അൽ അൻസി ഒരു കുരുത്തം കെട്ട നബിന്റെ പേരാ. എന്ത്? അസ്വദ് അൽ അൻസി. വേറെ ഒരു അറിയപ്പെട്ട ഒരു കള്ളപ്രവാചകനില്ലേ? അയാളുടെ പേരെന്താ? ഹിസ് നെയിം വാട്ട് ഈസ് ഹിസ് നെയിം? മുസൈലിമത്തുൽ കദ്ദാബ്. എന്ത്?
മുസൈലിമത്തുൽ കദ്ദാബ്. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങന്മാരെ, മുഅ്മിനീങ്ങളെ, അങ്ങനെ പല വ്യാജന്മാരുണ്ട്. സൽമാൻ ഫാരിസി തങ്ങൾ ഒരുപാട് വ്യാജന്മാരെ കണ്ടിട്ടുണ്ട്. ഇഞ്ചിയിൽ പഠിച്ചിട്ട് ആൾക്കാരൊക്കെ ഇന്ന് ക്യാഷ് വാങ്ങിയിട്ട് പൊന്നും വെള്ളിയും വാങ്ങിയിട്ട് വ്യാജന്മാരായ ആ ബിഷപ്പുമാര് പള്ളിന്റെ ആ ചർച്ചിന്റെ ഉള്ളിൽ പണം കൊണ്ടുപോയി പൂട്ടിവെച്ചത്, ഇത് അതൊക്കെ ഒരുപാട് ജീവിച്ച് കണ്ട്. കാരണം തൗറാത്ത് പഠിക്കാൻ വേണ്ടി പോയതാ സൽമാൻ റളിയല്ലാഹു അൻഹു ആ ചർച്ചിൽ, ആ കനീസയിൽ ചെന്നപ്പോ അവിടുത്തെ പുരോഹിതനുള്ള പണി ആൾക്കാരുടെ കാശ് വാങ്ങുക, എന്നിട്ട് ക്യാഷ് മാത്രമല്ല പൊന്നു വാങ്ങുക. ഇതൊക്കെയും അറിഞ്ഞു സൽമാൻ. അതുകൊണ്ട് മദീനയിൽ എത്തിയപ്പോ രണ്ട് വിഷയമുണ്ട്. ഒന്നത് ഒറിജിനൽ നബിയാണോ അറിയണം. ഒറിജിനൽ നബിയാണെങ്കിൽ ആ നബിയെ സഹായിക്കണം. അങ്ങനെ ഇരിക്കാൻ അണൈന്തം ബിലി ബിളർത്ത് മുത്തുമണി നബിക്കകമ്പിട്ടോളർത്തോള. ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു ഗുണമുടയെ പതികൻ സൽമാൻ പണിയിലാന പൊഴുതിൽ കരുത്തറിത്ത മരത്തിലേറി ഉരത്തിൽ വേല തകൃതി അനദം വീഴ്ചി തടുത്ത് കീഴെ കനത്തിൽ ചൂതൻ നിലയായി അവിടമപ്പോൾ ഒരുവൻ വന്ന് കുഫത്തുറക്കെ പിളിയായി. സൽമാൻ റളിയല്ലാഹു അൻഹു ഈത്തപ്പന മരത്തിന്റെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മരത്തിന്റെ മുകളിൽ പണിയെടുക്കണം. കൃഷിക്കാർക്കാണ് കൃഷിയെ പറ്റി അറിയാം, അല്ലേ? ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കേറണം. കേറിയിട്ട് ഈ പട്ട, ഈ ഓല, തെങ്ങ് പോലെ തന്നെ ഈത്തപ്പഴവും ഈത്തപ്പന മരം, അല്ലേ? തെങ്ങിന്റെ മരം പോലെയാണ്. തെങ്ങെന്താ സാധനം? തെങ്ങ് ലംബ വാലാഹെ, ഈത്തപ്പന മരം എന്താ ചോട്ടാ വാലാഹെ. അതാ വ്യത്യാസം. ഒന്ന് ജ്യേഷ്ഠനാണ്, മറ്റേ അനുജനാണ്. തെങ്ങ് നല്ല ഉയരണ്ട്, ഒക്കെ തെങ്ങിന്റെ മാതിരിയാണ്. ഏത്? ഈത്തപ്പന മരം. ഈത്തപ്പന മരത്തിന്റെ ഒരു ഓലമ്മൽ ഒരു പട്ടമ്മല് കേറി ഇരിക്കണം. എന്നിട്ട് പരാഗണം ചെയ്യിപ്പിക്കണം. എന്നാലും എന്തുണ്ടാവുള്ളൂ? മരത്തുമ്മല് പഴം ഉണ്ടാവുള്ളൂ, ഈത്തപ്പഴം ഉണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ട സൽമാൻ അതിന്റെ മുകളിൽ ഇങ്ങനെ കേറിയിട്ട് ഒരുപാട് നൂറുകണക്കിന് മരങ്ങളുണ്ട്. നേരം വെളുത്തി അന്തി വരെ ജോലിയാണ്. അങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അപ്പോഴൊക്കെ മനസ്സിലുണ്ട്, ഇവിടെ വന്ന ആള് മുഹമ്മദ് നബി ഒറിജിനൽ നബി ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. ആ നബിയെ ഒന്ന് കാണണം, വല്ലാത്ത ആഗ്രഹമുണ്ട്. നബി ഒറിജിനൽ ആണോ എന്ന് അറിയണം. അല്ല, ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വല്ല ടെസ്റ്റ് ഉണ്ടോ? ഉണ്ട്. തൗറാത്തിൽ ആ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചീലിൽ അവസാനത്തെ നബിയുടെ യഥാർത്ഥ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. കേൾക്കണ്ടേ? അവസാനത്തെ നബിയുടെ ലക്ഷണം അറിയണ്ടേ? ഒന്ന് എണീച്ചിക്ക് എല്ലാരും. ആ നബിയുടെ മേലൊരു സ്വലാത്തിൽ എല്ലാവരും എഴുന്നേറ്റിക്ക്. ചിലർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. എന്തുകൊണ്ടാ ഉറക്കം വരുന്നത്? പ്രഷർ കൊണ്ടായിരിക്കും, ഷുഗർ കൂടിയിട്ടായിരിക്കും. റബ്ബേ, ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കനെ ചൊല്ല്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇനി പെണ്ണുങ്ങന്മാർക്കൊന്ന് എണീച്ചിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എണീച്ച് നിൽക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെല്ല്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ അങ്ങനെ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ ഗുണമുടയെ പതികൻ സൽമാൻ പണിയിൽ ആനപ്പൊഴുതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയം. ആനപ്പൊഴുത് എന്ന് പറഞ്ഞ ആ ടൈം എന്നർത്ഥം. ആനപ്പൊഴുത് എന്നൊക്കെ പറഞ്ഞ ആ ടൈം. ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഗുണമുടയെ പതികൻ സൽമാൻ പണിയിൽ ആന പൊഴുതിൽ കരുത്തറിത്ത മരത്തിലേറി ഉരത്തിൽ ബേല
തകൃതി. കരുത്തർ ഈത്ത മരത്തിൽ ഏറി, ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഉരത്തിൽ വേല തകൃതി ശക്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതായത് ഈ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ ആൺ പൂവുണ്ടാവും, പെൺ പൂവുണ്ടാവും. ചില മരത്തിന്റെ പൂവ് ആൺ പൂവാണ്, ചില മരത്തിനുള്ളത് പെൺ പൂവാണ്. കണ്ടങ്ങൾ ആരോ ഒരാൾ ഉറങ്ങിയപ്പോഴാണ് ആ ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യം വന്നത്. അതുകൊണ്ട് വെറുതെ ഉറങ്ങാൻ നിൽക്കേണ്ട, അതിലും വലിയ ഒച്ചഞ്ഞ് വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അൽഹംദുലില്ലാഹ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് വലിയ നിഅമത്താണ്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തുമ്മിയത് വലിയ നിഅമത്താണെന്നാണ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ മൂക്കിന്റെ ഉള്ളിൽ കെട്ടി നിൽക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ അണക്കെട്ട്, മലമ്പുഴ അണക്കെട്ട് പൊട്ടിയമാതിരി പൊട്ടിയിട്ട് ഒറ്റ പോക്കാണ്. അത് വലിയ ഹൈറാ. അങ്ങനെ ഉണ്ടാകല് ഹൈറാണ്. മറ്റേ മൂക്കിന്റെ ഉള്ളിൽ കുറെ രോഗാണുക്കളൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങൾ ചെല്ലിയല്ലോ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ ചൊല്ലി കൊടുക്കാം. അപ്പൊ എന്തേ നമ്മൾ പറഞ്ഞത്? എന്തേ പറഞ്ഞത്? നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതാ വരുന്ന ഒരാൾ അങ്ങോട്ട് ഓടി, അതാ വരുന്നത്. സൽമാൻ തങ്ങൾ നോക്കുകയാണ് തോട്ടത്തിന്റെ അങ്ങേ തലക്കൽ. അപ്പൊ ഒരാൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഉരച്ചെവിത്തക്ഷണമിൽ സൽമാൻ മരത്തിൽ നിണ്ടോർന്നിറങ്ങി. ഉടനെ സുആലോരത്ത് പൂമൻ ഇടക്ക് കേറി കുരുങ്ങി. അനർത്ഥം എത്തി കുഫലമിതിൽ അണൈന്തറിഞ്ഞോ നബിയായി. അവതരിത്തം നുരത്തവൻ നിവിടയെത്തി പുകിലായി. ഒരാൾ ഓടി വരികയാണ്. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ മരത്തിന്റെ മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ മരത്തിന്റെ മുതലാളി, തോട്ടത്തിന്റെ മുതലാളി, ആ ജൂതൻ, ആ യഹൂദി താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട്, ഏയ് പ്രിയപ്പെട്ട കുഞ്ഞിപ്പോക്കരെ, പ്രിയപ്പെട്ട സഹോദര. കുഞ്ഞിപ്പോക്കര് ഞാനൊരു പേര് പറഞ്ഞാണ്, കാരണം മലപ്പുറത്തുള്ള അധികമുള്ള പഴയ കാലത്തെ പേരാണ് കുഞ്ഞിപ്പോക്കര്, കുഞ്ഞിരായൻ, കുഞ്ഞാലൻകുട്ടി, കുട്ടി മുഹമ്മദ് കുട്ടി, അങ്ങനെയൊക്കെയുള്ള പേര്. അപ്പോ പ്രിയപ്പെട്ട സഹോദര, അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേ? എന്ത് അനർത്ഥം എത്തി കുഫലം ഇതിൽ അണയുന്നറിഞ്ഞോ നബിയായി? അനർത്ഥം എത്തി. യസ്രിബുകാർക്ക് മുഴുവനും വലിയ അപകടം പറ്റിയിട്ടുണ്ട്. എന്താ അറിയോ? യസ്രിബിൽ ഒരു നബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇനി അയാളെ കയ്യിലാണ് അധികാരം മുഴുവനും. നമ്മൾ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു പോവാണ്. അയാള് വന്ന് അയാളെ കൂടെ അനുയായികളെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ വിവരം ആരോട്? ഈ തോട്ടത്തിന്റെ, ഈത്തപ്പന തോട്ടത്തിന്റെ മുതലാളിയോട് പറയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾക്കൊക്കെ പരാജയമാണെന്ന് ഈ ഈത്തപ്പന മരത്തിന്റെ മുതലാളിയുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയാണ്. അപ്പോൾ ആ മനസ്സിന്റെ ഉള്ളിൽ കാത്തിരിക്കുന്ന സ്വപ്നം എന്താണെന്നറിയോ? ഇത് നബിയാണോ? അപ്പൊ ഇവിടെ എത്തിക്കണമെന്ന് ഉറപ്പായി. റസൂലുള്ള തൊട്ടടുത്തുണ്ടെന്ന് സൽമാൻ തങ്ങൾക്ക് ഉറപ്പായി. അങ്ങനെ മരത്തിൽ നിന്ന് ഊർന്ന് ഇങ്ങോട്ട് ഇറങ്ങി, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി, ചാടി ഇറങ്ങാൻ പറ്റുമോ? പറ്റും. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ ഉയരമില്ലാത്ത, ഹൈറ്റ് ഇല്ലാത്ത മരാണ്. സൽമാൻ തങ്ങൾ അത്യാവശ്യം ആജാനുബാഹുവായ മനുഷ്യനുമാണ്. അപ്പൊ ഊർന്ന് ഇറങ്ങല് പ്രയാസമില്ല. നേരങ്ങട്ട് വന്നിട്ട് മുതലാളിയോട് പറയാണ്, മുതലാളി എന്തേ നിങ്ങളെ കൂട്ടുകാരൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ ക്ഷണമിൽ സൽമാൻ മരത്തിൽ നിണ്ടോർന്നിറങ്ങി. ഉടനെ സുആലോരത്ത് പൂമാൻ ഇടക്ക് കേറി കുരുങ്ങി. കുരുത്തം മറ്റോനോടമ ജൂതൻ കുരത്ത് സിന്നും കടിത്ത്. കുടിലനിപ്പോൾ വന്ന വിളകി പൊടിത്ത് നന്നായി അടിത്ത്. എന്താ ചെയ്ത്? കുരുത്തം മറ്റോൻ, കുരുത്തല്ലാത്ത ആ മുതലാളി, കുരുത്തം മറ്റോൻ ഉടമ ജൂതൻ, ആ തോട്ടത്തിന്റെ ഉടമയായിരിക്കുന്ന ജൂതൻ കുരൈത്ത് എന്ന് പറഞ്ഞ കൊരച്ച്, സിന്നും കടിത്ത്. സിന്ന് എന്ന് പറഞ്ഞ അർത്ഥം പല്ല്, അത് അറബി വേർഡാണ്. സിന്ന് പല്ല് കടിച്ചിട്ട്, നീ ഇവിടുത്തെ പണിക്കാരനല്ലേ, നിനക്ക് ആര് വന്നാലും നിനക്കെന്തടാ, നിനക്കതറിയേണ്ട ആവശ്യം എന്താന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കുടിലനി പോലെ ഗോതാബ് ഇളകി പൊടിത്ത് നന്നായി അടിത്ത് സൽമാൻ തങ്ങളെ കവിളത്ത് അടികൊടുത്ത്. കുരുത്തം മറ്റോനോടമ ജൂതൻ കുരൈത്തു സിന്നും കടിത്ത്. പെടി കുടിലനി പോൽ വളവിളകി പൊടിത്ത് നന്നായി അടിത്ത്. പെരുത്ത നോവിലി പിടഞ്ഞി ദേഹം, പെരുത്ത നോവിലി പിടഞ്ഞി ദേഹം. സൽമാൻ തങ്ങളുടെ ശരീരത്തിൽ ഇതല്ല വേദന ഉണ്ടെങ്കിലും മനസ്സിൽ വേദനയില്ല.
അവസാനത്തെ നബിയാണെന്ന് പറയപ്പെടുന്നു. തൊട്ടടുത്തെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഉറപ്പാവുകയാണ്. അതുകൊണ്ട് വേദനയില്ല, മനസ്സിൽ വേദനയില്ല. പെരുത്ത നോവിൽ പിടഞ്ഞ് ദേഹം പരന്നുടലിൽ രുതിരം പടൈത്ത മന്നാൻ കൊടുക്കുമെന്നാൽ തുടിക്കും നെഞ്ചിലും മധുരം. അങ്ങനെ റസൂലുള്ളാഹിനെ കാണാനുള്ള ആഗ്രഹം. ആ ഹബീബായ തങ്ങളല്ലേ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ശൈഖ്. എല്ലാ കാലത്തും ഉള്ള ശൈഖ് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പിന്നെ മുറബ്ബിയായ ഏറ്റവും വലിയ ശൈഖ് ആരാണ്? അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാലശേഷം ഏറ്റവും വലിയ മുറബ്ബിയായ ശൈഖ് ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ്. ജനങ്ങളെ ഖൽബിൽ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുക, ഖൽബ് നന്നാക്കുക, അതാണ് മുറബ്ബിയായ ശൈഖന്മാരെ പരിപാടി. അതാണ് യഥാർത്ഥ സൂഫികളെ പരിപാടി. അല്ലാതെ ജനങ്ങളെ വഴികേടിലാക്കുകയല്ല. ഇപ്പൊ ചില ആൾക്കാർ ഞാൻ സൂഫിയാന്നും പറഞ്ഞിട്ട്, ഞങ്ങള് സൂഫി സംഘടനയാന്നും പറഞ്ഞിട്ട് ഉള്ള ആലിമീങ്ങളെ പച്ചറച്ചി തിന്നല്ലേ, ആലിമീങ്ങളെ കുറ്റം പറയുകയല്ലേ. ഞങ്ങൾക്ക് മതം വേണ്ട, ഞങ്ങളെ സൂഫി സംഘടന എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകണമെന്നില്ല, അതേ നിസ്കരിക്കണമെന്നില്ല. ഏത് കള്ളുകുടിയനും ഏത് പെണ്ണുപിടിയനും ഞങ്ങളെ സൂഫിസത്തിൽ ചേരാം. ഇതല്ലേ ഇപ്പോഴത്തെ സൂഫിസത്തിന്റെ ആൾക്കാർ. ഇത് യഥാർത്ഥ സൂഫിസമല്ല. ബഹുമാനപ്പെട്ട അദ്കിയ എന്ന കിതാബിൽ പറഞ്ഞില്ലേ, യഥാർത്ഥ സൂഫിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായത് ചെയ്യലാണ്, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി പെരുമാറലാണ്. അതല്ലേ ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളെ ജീവിതം സൂക്ഷ്മതയല്ലേ? ആ സൽമാൻ തങ്ങൾ റസൂലുള്ളാഹിനെ കാണണം. ചാൻസ് കാത്തിരിക്കുകയാണ്, പക്ഷേ അന്ന് കഴിഞ്ഞില്ല. എപ്പോഴാ കഴിയാ? ചിലപ്പോ മുതലാളി പറയും, ചില ദിവസം മുതലാളി പറയും, എടാ സൽമാനെ നീ പോയിക്കോ, അങ്ങാടിയിലൊക്കെ ഒന്ന് പോയിക്കോ, ടൗണിലൊക്കെ ഒന്ന് വിട്ടുവാ എന്ന് എപ്പോ പറയും? ചില ദിവസം മഗ്രിബ് കഴിഞ്ഞാ പറയും, ചില ദിവസം സൂര്യ അസ്തമിച്ചാൽ പറയും. അന്ന് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം പറഞ്ഞു. അങ്ങനെ ചാൻസ് കിട്ടുമ്പോ, ചാൻസ് കിട്ടുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ കാണണം, ടെസ്റ്റ് ചെയ്യണം. എന്താ ടെസ്റ്റ്? കുറെ ഈത്തപ്പഴങ്ങളെല്ലാം കൂടി അവിടെ വാരി ഒരു തോൽപാത്രത്തിൽ വെച്ചു. ചാൻസ് കിട്ടുമ്പോ പുറത്തു പോകണം, റസൂലുള്ളാഹിനെ കാണണം. ഇതാണ് ആഗ്രഹം. റസൂലാണെന്ന് പറയപ്പെടുന്ന ആളിനെ കാണണം. കുറെ നല്ലതും കുറെ മോശമായതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചു. ഈത്തപ്പഴം അന്ന് കാര്യമായിട്ടുള്ളത് ഏതാ? ഈത്തപ്പഴം തന്നെയാണ്. എന്നിട്ട് ഒരു ദിവസം ചാൻസ് കിട്ടിയ ദിവസം അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് പോവുകയാണ്. തോലിൽ സഞ്ചിയിൽ ഇതുണ്ട്, ഏതുണ്ട്? ഈത്തപ്പഴം നല്ല മുന്തിയ സാധനമാണ്. ഈത്തപ്പഴം ഗൾഫിലുള്ളവരോടൊക്കെ പറയണം, മുന്തിയ ഈത്തപ്പഴം കൊണ്ടുവരണം. ആർക്ക് നല്ലത്? എല്ലാവർക്കും നല്ലതാണ്. മുലപ്പാല് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉമ്മാന്റെ മുലയിൽ പാല് കുറവുണ്ടെങ്കിൽ എന്താ നല്ല മരുന്ന്? ഈത്തപ്പഴം കൊടുക്കലാണ്. അതല്ലേ റസൂലുള്ള പറഞ്ഞത്? 12 മണിക്കൂർ നോമ്പ് നോറ്റാൽ, അല്ലെങ്കിൽ 13 14 എത്ര മണിക്കൂറായാലും നോമ്പ് നോറ്റാൽ ആദ്യം വായ്ക്കകത്ത് എന്ത് ചെല്ലണം? ഈത്തപ്പഴം ചെല്ലണം. അതാണ് നല്ലത്, അല്ലേ? അപ്പൊ ഈത്തപ്പഴം മുന്തിയ സംഗതിയാണ്, പഠിച്ചു വെച്ചോ. അത് വളരെ നല്ലതാണ്. അതുപോലെ ഇറച്ചിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. ഒരു ഉസ്താദ് വന്നാൽ, ഒരു വിരുന്നുകാരൻ വന്നാൽ, ഒട്ടകമാണ്. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ ഉള്ളതാണ്. നമ്മളെ മിസ്ബാഹ് പറഞ്ഞതാണ് ആ കിതാബിലുള്ളത്. വേറെ ഏതൊരു കുട്ടി പറഞ്ഞു കോഴി എന്ന് പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്, ആ കുട്ടിക്ക് കൂടുതൽ കോഴിനെ തിന്നാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കോഴി തിന്നാൽ ഒരു സോക്കടില്ലാതെ, ഒരു പൈൽസും ഇല്ലാതെ റാഹത്ത് എല്ലാ സ്ഥലത്തും, ആ ഏരിയയിലും നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു ശരീരത്തിന്റെ ഒരു ഏരിയയിലും പ്രയാസം വരാൻ പാടില്ല. അല്ലാഹു ശിഫ നൽകണേ അല്ലാഹ്.
ശിഫ നൽ കാലിന്റെ അടിയിൽ അറിയുന്നില്ല ഒരാൾക്ക് ആണിയേറ്റ. തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം എന്ന സ്ഥലത്ത് വേദന പോയപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അപ്പൊ അയാൾ ഒന്നായിട്ട് വലിയ മുറിയായിട്ടുണ്ട്. കാലിന്റെ അടിയിൽ ആണി കയറിയത് അയാൾ അപ്പ അറിഞ്ഞില്ല. പെട്ടെന്നൊന്നും പറഞ്ഞു ചെറിയ ആണി കയറിയതാ. കാരണം സ്പർശനം നഷ്ടപ്പെട്ടു പോയി. അതാ എല്ലാ ഏരിയയിലും അള്ളാഹു ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലേ അല്ലേ എന്നെ പറഞ്ഞത് പോയാണല്ലേ? ആയിക്കോട്ടെ, എനിക്ക് എല്ലായിടത്തും പോയി ഇറച്ചി കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേണ്ടേ വേണ്ടേ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലും കോഴി കിട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ പറഞ്ഞ കോഴിക്കുട്ടി ഏറ്റവും നല്ലത് ഏതാ? ഒട്ടകം. രണ്ടാം സ്ഥാനം ഏതാ? ആട്. ആട്. ഈ കുട്ടിന്റെ പറഞ്ഞത് മീനാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആട്. അത് ശരിയാണ്. ആടാണ്. അള്ളാന്റെ റസൂലും മുഴുവൻ അമ്പിയാക്കളും ആടിനെ പോറ്റിയിട്ടുണ്ട്. അപ്പോ കുറെ ഈത്തപ്പഴങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ആര്? സൽമാൻ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് പറഞ്ഞു, ദൂരെ നിന്നിങ്ങനെ മാറി നിന്നു. അപ്പൊ സ്വഹാബത്തൊക്കെ അള്ളാന്റെ റസൂലിനെ വളരെ ആദരവോടെ കാണുകയാണ്. റസൂലുള്ള ഒളുണ്ടാക്കിയിട്ട് റസൂലുള്ളാന്റെ മുഖത്തിൽ നിന്ന് വെള്ളം ഉറ്റീറ്റ് വീഴുമ്പോ കാദൂ യഖ്തതിലൂന അലാ വദൂഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിലുള്ളതല്ലേ മുസ്ലിമീങ്ങളെ? എന്ത് കാദൂ യഖ്തതിലൂന അലാ വദൂഇഹി. എനിക്ക് സ്വഹീഹുൽ ബുഖാരി ഓതിത്തന്ന ഒരു ഉസ്താദിന്റെ പേരാണ്. പല ഉസ്താദുമാരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു ഉസ്താദിന്റെ പേരാണ് തോട്ടുവയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്. അവിടുത്തെ ഖബറി ഹദീസ് ഓതിയപ്പോ ഞാൻ ആ ഉസ്താദിൽ നിന്ന് ഓതി പഠിച്ചതാണ്. ആ ഹദീസ് ഉസ്താദിൽ നിന്ന് പഠിച്ചതാണ്. ആ ഉസ്താദിന്റെ മണ്ണറയെ മണിയറയാക്കണം അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് കാദൂ യഖ്തതിലൂന അലാ വദൂഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മുഖത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുമ്പോ സ്വഹാബത്ത് ഒരു തുള്ളി കിട്ടാൻ തിക്കും തിരക്കുമാണ്. ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം മുറ്റി വീഴുമ്പോ സ്വഹാബത്തിനറിയാം ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഈ മനുഷ്യന്റെ ശരീരം സ്പർശിച്ചിട്ടൊരു തുള്ളി വെള്ളം വീണാൽ വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസം. രണ്ടാം സ്ഥാനത്തുള്ള വെള്ളമേതാ? സംസം വെള്ളമാണ്. സംസം വെള്ളം ഫൽ കൗസർ എന്നാ പറഞ്ഞത്. ഹൗദുൽ കൗസറിനേക്കാളും വലിയ വെള്ളമാണ്. ബറക്കത്തുള്ള വെള്ളമേതാണ്? സംസം വെള്ളമാണ്. അത് കൂടുതൽ കുടിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ദൂരങ്ങനെ മാറി നിൽക്കുക. ആര്? സൽമാൻ റളിയല്ലാഹു അൻഹു. നേരെ അങ്ങോട്ട് ചെന്ന് റസൂലുള്ള പായ് വിരിച്ചു കൊടുത്ത് ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പായ വിരിച്ചു കൊടുത്ത്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് തെങ്ങിന്റെ ഓല കൊണ്ടാ പായ ഉണ്ടാക്കൽ. ഈ കുട്ടികൾ ആരും അത് കണ്ടിട്ടില്ലല്ലോ. കണ്ടിക്കില്ല. മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ കുട്ടികൾ കണ്ടിക്കില്ല. രണ്ടുമില്ല. അല്ലേ അല്ലേ? കണ്ടിക്കില്ല. കണ്ടിക്കോ? ഈ തെങ്ങിന്റെ ഓല കൊണ്ടുള്ള പായ് കണ്ടിക്കോ? കണ്ടോ? എവിടുന്ന്? അതിന് പിന്നെ നോക്കാം. അതിന് എവിടുന്ന് കണ്ടുന്നില്ല പിന്നെ പറയാം. ആയിക്കോട്ടെ, അതിന് പിന്നാലെ നമ്മൾ പോകണ്ട. എവിടുന്നാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കാണാൻ സാധ്യത കുറവാ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഈത്തപ്പന ഓല കൊണ്ടുള്ള പായുണ്ട്. വലിയ വലിയ ഗസ്റ്റ് വന്നാൽ ഇരിക്കാൻ പറയും. നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉള്ള ഗസ്റ്റ് വന്നാൽ ഇരിക്കാൻ പറയുന്ന പായന്റെ പേരെന്താ? ഒരു പ്രത്യേക പായുണ്ട്, ചിത്രമൊക്കെ ഉണ്ട്. അച്ചിപ്പായ എന്നാ പറയല് ഞങ്ങളുടെ നാട്ടിൽ.